വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അഹമ്മദാബാദിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ റേസ് ടീമിൻ്റെ അകത്ത് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ ഫുൾ ഫ്ലെജഡ് ബൈക്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ ക്രോസും മോട്ടോ ക്രോസും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. പിന്നെ നമ്മുടെ റേസ് ഇവൻറ്റ്സും പിന്നെ FMX ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. സോ ഫുൾ വീഡിയോ കാണാൻ അടിപൊളി ആക്ഷൻ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ മോട്ടോക്രോസും സൂപ്പർ ക്രോസും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോട്ടോക്രോസ് എപ്പോഴും ഒരു നാച്ചുറൽ ട്രാക്ക് ആയിരിക്കും. അതായത് ഓപ്പൺ ഏരിയയിൽ സൂപ്പർ ക്രോസ് എന്ന് വെച്ചാണല്ലോ മാൻ മെയ്ഡ് ട്രാക്ക് ആയിരിക്കും. അതായത് വലിയൊരു സ്റ്റേഡിയത്തിൽ ഇൻഡോർ ആയിരിക്കും മിക്കപ്പോഴും കാണാൻ പറ്റുക. പക്ഷേ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള ട്രാക്ക് ആയിരിക്കും. ഭയങ്കര ജംപ്സ് ഉണ്ടാവും. പിന്നെ ഭയങ്കര ടെക്നിക്കലായിരിക്കും. ചെറിയ ചെറിയ ഷോർട്ട് ട്രാക്ക് ആയിരിക്കും. പക്ഷേ ഭയങ്കര ടെക്നിക്കൽ ആൻഡ് ഭയങ്കര ജമ്പും ഭയങ്കര സ്പീഡിലെടുക്കുന്ന പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ അടിപൊളി ആക്ഷൻസ് ഒക്കെ കാണാൻ നമ്മൾ സൂപ്പർ ക്രോസിലാണ് കൂടുതലും കാണുന്നത്. മോട്ടോക്രോസ് ബൈക്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഈ സൂപ്പർ ക്രോസിൽ അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ട്യൂണൊക്കെ മാറ്റി കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് അകത്ത് കാണുന്നത്. അപ്പോൾ ഫുൾ ആക്ഷൻ പാക്ക് വീഡിയോ ആയിരിക്കും. കുറേ പെർഫോമൻസ് FMX ഷോ കാര്യങ്ങളും കുറേ റേസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്രാക്ക് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് നിശ്ചരുണ്ടാക്കിയ ഒരു ട്രാക്കാണ്. അതായത് ഫുൾ ജംപ്സും നമ്മുടെ കേർബ്സ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ റേസ് മോട്ടോയുടെ ഫുൾ വണ്ടികളും വെച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യെ നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഫുൾ ക്ലിയർ വ്യൂ കിട്ടും കേട്ടോ. ട്രാക്ക് എന്താണ് അവർ ചെയ്ത് വെച്ചേക്കണേ, ഫുള്ളായിട്ട് ട്രാക്ക് എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പണികളൊക്കെ നടക്കുന്നത് ഇന്ന് ഫൈനൽ റേസും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം. നിങ്ങൾ മേളിലേക്ക് നോക്കിയാൽ മേളിലേക്ക് കാണിച്ചിട്ട് മേളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുൾ ആൾക്കാരിങ്ങനെ വട്ടം ചുറ്റും ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ഫുൾ റേസ് ഇവിടെ ഇരിക്കും നടക്കാൻ പോണേ. ആൻഡ് ഇതാണ് നമ്മുടെ റേസിൻ്റെ പിറ്റ് കേട്ടോ. ഇവിടെയാണ് അവരുടെ വണ്ടികൾ ഫുൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ കാവാസാക്കിയുടെ KX 250 450 എല്ലാ ബൈക്സും ഇവിടെ കാണാം. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു KTM നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ പിറ്റ് സെക്ഷൻ കേട്ടോ. ഇവിടെയാണ് അവരുടെ വണ്ടികളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ തൊട്ട് ഒന്നും ചെയ്യാനുള്ള കാര്യം അവരെല്ലാം റേസിന് വേണ്ടി റെഡിയാക്കി വെച്ചേക്കാണ്, ഷോയ്ക്കും കാര്യങ്ങളും. ഇതെനിക്ക് തോന്നുന്നു 450 250 എന്തോ ആണ്. അപ്പോൾ ഇതിൽ FMFൻ്റെ എക്സോസ്റ്റും ഫുൾ ടയേഴ്സ് പുത്തൻ ടയേഴ്സൊക്കെ ഇട്ട് എനിക്ക് തോന്നുന്നു എല്ലാ റേസിലും അവർ ടയേഴ്സ് മാറണമെന്ന് തോന്നുന്നു. പുതിയ ടയേഴ്സൊക്കെ ഇട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറ്റത്ത് നമുക്ക് 2 KTM ഉണ്ട് കേട്ടോ. അവിടെ ഒരു KTM ഉണ്ട്, പിന്നെ ഇപ്പുറത്തൊരു KTM വെച്ചിട്ടുണ്ട്. അത് രണ്ടാണ് ഞാൻ KTM ഉണ്ട്. ബാക്കിയെല്ലാം കാവാസാക്കിയുടെ വണ്ടികളാണ്. പിന്നെ ഇവിടെ നമ്മുടെ കാവാസാക്കിയുടെ ചെറിയ വണ്ടികളും കൂടെ ഉണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു 150 100cc 150cc വണ്ടികളാണെന്ന് തോന്നുന്നു. ഇവിടെ 2 വണ്ടി അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ വണ്ടികൾ. ഒരു രക്ഷയില്ല, ഇവിടെ തുടങ്ങാൻ പോകണേ ഉള്ളൂ. റേസും കാര്യങ്ങളൊക്കെ ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇനി എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് അവരൊരു ഇൻട്രോ ഉണ്ട്, ഒരു ഷോയും പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റേസ്, അത് കഴിഞ്ഞിട്ട് FMX ഷോ ഉണ്ട്. അതാണ് കാണേണ്ട ഒരു ഐറ്റം തന്നെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. വണ്ടികളൊക്കെ അവർ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറക്കാനുള്ള സമയമായി. നമുക്ക് 5 മിനിറ്റ് എന്നുള്ള ഇതിൻ്റെ അകത്ത് നിൽക്കാൻ. അപ്പോൾ എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്ത് വാമപ്പ് ഒക്കെ ചെയ്ത് വെക്കാനാണ്. നിങ്ങൾക്ക് കാണാം അവിടെ KX ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഭയങ്കര സൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അധികം നേരം സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ മാക്സിമം നോക്കാം. ഇത് 85cc വണ്ടികളാട്ടോ പിള്ളേരൊക്കെ. എനിക്ക് തോന്നുന്നു 2 സ്ട്രോക്ക് വണ്ടികളാണോ അല്ലെ 4 സ്ട്രോക്ക് ആണെന്നല്ല. പക്ഷേ വലിയ ചേമ്പർ പോലെയൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേസ് തുടങ്ങാൻ വേണ്ടി ഞാൻ കാത്തിങ്ങനെയാണ്. ബാക്കി എല്ലാം ഇവിടുത്തെ 250cc വണ്ടികളാട്ടോ. അപ്പോൾ എല്ലാം സ്പെഷ്യലി ട്യൂൺ ഫോർ ഈച്ച് ഓഫ് ദം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് റേസ് തുടങ്ങാൻ വേണ്ടി എല്ലാവരും കാത്തിക്കും. അവിടെ എല്ലാവരും ഗിയറപ്പൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുൾ പരിപാടി ഒന്ന് മൊത്തത്തിൽ കാണാം.
അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ട്രാക്ക് നമ്മളെല്ലാവരും ഇരിക്കണം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മുടെ റേസ് 3 റേസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 450 ക്ലാസ്, പിന്നെ 250 മിക്സ്ഡും 250 പവർ ക്ലാസ്സും. FMX മറ്റേ ഷോയുടെ 2 പേരാട്ടോ അവർ അവിടെ അവരുടെ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇനി രണ്ടോ മൂന്നോ റേസും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഷോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. റേസ് ഇപ്പോൾ ഒരു റേസിൽ ഫസ്റ്റ് റേസിൽ 450 എനിക്ക് തോന്നുന്നു ഫസ്റ്റും തേർഡും റേസ് തന്നെ അടിച്ചത്. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റേസിനെ പറ്റി കാണാൻ. അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ പിറ്റ് കാണാൻ പറ്റും. അതാണ് നമ്മുടെ റേസിൻ്റെ പിറ്റ് കേട്ടോ. അവിടെ അതേ വണ്ടികളും കഴുകി എല്ലാം വൃത്തിയാക്കി അടുത്ത റേസിന് വേണ്ടി പ്രിപ്പറേഷൻ നടക്കുകയാണ്. അതേപോലെ അടുത്ത റേസിന് വേണ്ടി നമ്മളും പവറപ്പ് ആവട്ടെ ഫുഡ് കഴിക്കാം. സോ ഇവിടെ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ റേസ് മോട്ടോയുടെ ടീമിന് സെക്കൻഡ് റണ്ണറപ്പ് കിട്ടിയായിരുന്നു നമ്മുടെ തോമസ് എന്ന് പറഞ്ഞ ആളാണ്, റേസറാണ് നമുക്ക് കപ്പ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് റേസിൽ അവർ ഫസ്റ്റും തേർഡും ആണ് വന്നത്. പക്ഷേ പോയിന്റ്സ് വെച്ചിട്ട് സെക്കൻഡ് റേസിൽ അവർക്ക് സെക്കൻഡ് റണ്ണറപ്പ് ആവാനാണ് പറ്റിയത്. അപ്പോൾ റേസും പരിപാടിയൊക്കെ കഴിഞ്ഞത് അവിടെ വണ്ടികൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേസ് മോഡയുടെ വണ്ടികൾ കഴുകിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സൂപ്പർ ക്രോസ് ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അടിപൊളി ഇവൻ്റാണ്. നമ്മൾ നോർമൽ മോട്ടോക്രോസ് പോലെ അല്ല, ടോട്ടലി വേറെ വൈബാണ് ഇങ്ങനത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇങ്ങനത്തെ ഒരു ട്രാക്കിൽ സംഭവിക്കുമ്പോൾ കേട്ടോ. അടുത്തത് നമ്മുടെ ഓൾ സ്റ്റാർസ് എന്ന് പറഞ്ഞ റേസ് നടക്കുന്നത്. അതായത് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോ റേസേഴ്സ് ഓടി. അത് 450 250 എല്ലാം ഒന്നിച്ചായിരിക്കും. 85cc ഉണ്ടാവില്ല. ബാക്കി എല്ലാ ക്ലാസ്സിലെ ഓരോരോ റേസേഴ്സ് ആയിട്ട് ഓടിക്കുന്നുണ്ടാവും. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതൊരു പെഡ റേസാണെന്നുള്ള പറഞ്ഞേക്കണേ. ഒരു രക്ഷ ഉണ്ടാവില്ല കണ്ടോ. അപ്പോൾ ആ റേസും കൂടെ നമുക്ക് കാണാം. അങ്ങനെ റേസ് മോട്ടോയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ആ റേസും കൂടെ കണ്ട് മിക്കവാറും റേസിൻ്റെ ടീം തന്നെ ഫ്രണ്ടിൽ ഓടിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഓൾ സ്റ്റാർസിൻ്റെ റേസ് അത് അവസാനം ഇടിയിലാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെ കഴിഞ്ഞ് ഒരു രക്ഷയില്ല. വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. വണ്ടികൾ പറക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിലാണ് പറക്കണത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക്സ് ടു റേസ് മോട്ടോ ആൻഡ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ സോയസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് ആയിരിക്കും. മറ്റൊരു